ഇന്ന് നമുക്കപ്പോൾ ഒരു കുക്കിംഗ് കാണാം. ഇത് വന്നിട്ട് കാടയാട്ടോ. ഞാൻ സൂപ്പർ മാർക്കറ്റിൽ പോയപ്പോൾ അൺഎക്സ്പെക്റ്റഡ് ആയിട്ട് അവിടെ കാട ഇരിക്കുന്നത് കണ്ട് അപ്പം ഞാൻ വിചാരിച്ചു എന്നാൽ കാട ഫ്രൈ ഉണ്ടാക്കാമെന്ന് വിചാരിച്ചു. അങ്ങനെ ജസ്റ്റ് ഉപ്പും മുളകും മാത്രം ഇച്ചിരി ചൊറുക്കയും മാത്രം മിക്സ് ചെയ്തിട്ട് കറിവേപ്പിലയും കൂടി ഇട്ടിട്ടാണ് ഈ വറക്കുന്നത്. ഉള്ളത് പറയാമല്ല, എനിക്ക് അത്ര വലിയ ഇഷ്ടപ്പെട്ടൊന്നുമില്ലായിരുന്നു. എനിക്ക് തോന്നുന്നു കുറച്ചും കൂടി പൊടികൾ ഇട്ടിട്ട് വേണം ഇത് വറക്കാനായിട്ട്. ഗരം മസാല അല്ലെങ്കിൽ വെളുത്തുള്ളി, ഇഞ്ചി അതൊക്കെ ഇട്ട് വേണം ഇന്ന് നിങ്ങൾ വറക്കാൻ വേണ്ടിയിട്ടോ. ഞാൻ വെളുത്തുള്ളി ഇട്ടായിരുന്നു ലാസ്റ്റ്. എന്നാലും ടേസ്റ്റ് ബേസ് അത്ര വലിയ ഗുണമൊന്നും ഉണ്ടായിരുന്നില്ല. കാണാൻ കൊള്ളായിരുന്നെങ്കിലും ടേസ്റ്റ് ബേസ് വലിയ ഗുണമുണ്ടായില്ല. പിന്നെ എൻ്റെ ബ്ലെസ്സിങ് എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഞാൻ എന്തുണ്ടാക്കിയാലും അല്ല കഴിക്കണോണ്ട് എനിക്കതൊന്നും ഒരു പ്രശ്നമായിരുന്നില്ല. പിന്നെ ഞാനും കഴിച്ചായിരുന്നു. പിന്നെ ഞാൻ വിചാരിച്ചു എന്തെങ്കിലും എന്താ പറയുക വെജിറ്റബിൾസ് എന്തെങ്കിലും ഉണ്ടാക്കാമെന്ന് വിചാരിച്ചു. അപ്പം ഞാൻ ഇവരുടെ പോലെ തന്നെ വെളുത്തുള്ളി ജസ്റ്റ് ഒന്ന് മൂപ്പിച്ച് അതിനകത്തേക്ക് കോളിഫ്ലവർ, പാതി വേവിച്ച കോളിഫ്ലവർ അതാണ് ഞാൻ ഇട്ട് കൊടുക്കുന്നത്. ഈ കോളിഫ്ലവർ നിങ്ങൾ എണ്ണയിൽ ജസ്റ്റ് ഫ്രൈ പോലെ ആക്കിയെടുക്കുക കേട്ടോ. എനിക്ക് ടൈം ഉണ്ടായിരുന്നില്ല, അതുകൊണ്ടാണ് ഞാൻ ജസ്റ്റ് എന്താ പറയുക അതിപ്പോൾ വെന്ത് കഴിഞ്ഞപ്പോഴേക്കും അങ്ങ് എടുത്തു. ഇതിനകത്തേക്ക് കുറച്ച് കുരുമുളകും പിന്നെ സ്കമോർസിയോ അല്ലെങ്കിൽ പ്രോവളയോ അല്ലാന്നുണ്ടെങ്കിൽ മൊറ്റ്സറേല അങ്ങനെയുള്ള ചീസുകൾ എന്തെങ്കിലുമൊക്കെ നിങ്ങൾ ഇടാം. അപ്പം നിങ്ങൾക്ക് കോളിഫ്ലവർ വെറുതെ കഴിക്കാനൊക്കെ ഇഷ്ടമില്ലാത്ത ആൾക്കാരൊക്കെ ഇത് നല്ല രീതിയിൽ കഴിക്കും. കാരണം അത്രയ്ക്ക് ടേസ്റ്റാണ്. ഒരു ഫ്രൈ പോലെ ആക്കി എടുക്കട്ടെ. ഇതും എന്താ പറയുക ഒന്ന് മെൽറ്റൊക്കെ ആവണം. ഈ ചീസുകളെല്ലാം മെൽറ്റായി കോളിഫ്ലവറിൽ അങ്ങ് പിടിക്കണം. ആ രീതിയിൽ ഇതുപോലെ ആക്കണം. ഇത് കഴിക്കാൻ നല്ല ടേസ്റ്റാട്ടോ. കാര്യം നമ്മുടെ എന്താ പറയുക കാട ഫ്ലോപ്പായെങ്കിലും ഇതെല്ലാം ഭയങ്കരമായിട്ട് ഇഷ്ടപ്പെട്ടായിരുന്നു. പിന്നെ കാടയും ആൾ കഴിച്ചായിരുന്നു. അപ്പം ഇത്രയൊക്കെയുള്ളൂ വിശേഷം. നമുക്കിപ്പോൾ അടുത്ത വീഡിയോ കാണാം. ബായ്.